രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യന്റെ നേതൃത്വത്തിലുള്ള രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രണ്ടാം ഘട്ട സൗജന്യ ഡയാലിസിസ് പദ്ധതി ആരംഭിച്ചു. മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യന്റെ നേതൃത്വത്തിലുള്ള രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രണ്ടാം ഘട്ട സൗജന്യ ഡയാലിസിസ് പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വളരെ കാര്യമാത്രം പ്രസക്തമായി നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെയുള്ളതായ ഒരു രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടത് എന്ന്, അതുവഴിയായി ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പ്രിയപ്പെട്ട നമ്മുടെ റീസ് മാമനും നമ്മോട് സംവദിക്കുകയുണ്ടായി. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മളിവിടെ ആയിരിക്കുന്ന ഒരു വേളയിൽ പുഷ്പഗിരി കുടുംബത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പുഷ്പഗിരി കുടുംബം തീർച്ചയായിട്ടും വളരെ അഭിമാന ബോധത്തോടു കൂടിയാണ് ഇവിടുത്തെ രോഗീ ശുശ്രൂഷകൾ, അതുപോലെ തന്നെ ഭാവി ബിഷപ്പുരന്മാരെയും സേവന തൽപരരായ നഴ്സുമാരെയും പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കാനായിട്ടുള്ളവരെയും ഒക്കെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഭിമാനബോധം ഞങ്ങളിൽ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ഈ സ്ഥാപനം കടന്നു വരുന്നത് ഈ നാടിൻ്റെ വലിയ ഔദാര്യപൂർവമായ നിലപാടുകൾ കൊണ്ടാണെന്നും എനിക്കറിയാം. ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ, അതുപോലെ തന്നെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി, ഈ പൊതുസമൂഹത്തിലെ അനുഗ്രഹീതരായ ഞങ്ങളുടെ നേതാക്കന്മാരെ, പുഷ്പഗിരി കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന, ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തരുന്ന പിന്തുണ വളരെ വലുതാണ് എനിക്കറിയാം. പുതുതായി സ്ഥാപിച്ച 2 മിഷന്റെ സ്വിച്ച് ഓൺ കർമ്മം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിർണം ഭദ്രാസനാധിപൻ ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം പെരുകി, വ്യക്തമായ ശക്തമായ ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളൊരു നാടാണ് കേരളം. പക്ഷെ അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു കുടുംബം ചേർത്തലയിലാണ് അവർ താമസിക്കുന്നത്. അമ്മയുണ്ട്, അപ്പനുണ്ട്, 26 വയസ്സ് പ്രായമുള്ള മകളുണ്ട്, ബികോമിന് പഠിക്കുന്ന ഒരു മകനുണ്ട്. ഈ അമ്മയ്ക്ക് കുറേ നാളുകളായി ശാരീരിക അസ്വസ്ഥതയുണ്ട്. ചേർത്തല അടുത്തുള്ള ആശുപത്രിയിൽ നോക്കിയപ്പോൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലായിരിക്കും ചികിത്സ നല്ലതെന്ന് പറഞ്ഞ് പോയി. സാമ്പത്തിക തീരെയില്ലാത്ത ആ ഒരു കുടുംബം എവിടെയാണ് എങ്ങനെ ആരെ കാണേണ്ടതെന്ന് അറിയാതെ പറഞ്ഞു. ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു. ഡോക്ടർ പരിശോധന നടത്തി എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാനാവാത്ത ഒരു സെക്കൻഡറി അഡ്വാൻസ് സ്റ്റേജ്. തിരുവല്ല പുഷ്പഗിരിക്ക് പുറമെ മല്ലപ്പള്ളി, കുമ്പനാട്, റാന്നി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായി സ്ഥാപിച്ച മിഷനുകളിലൂടെ ഇതുവരെയായി ഏകദേശം 12,000-ലധികം സൗജന്യ ഡയാലിസിസ് നടത്തിക്കഴിഞ്ഞു. 1 ദശാബ്ദത്തിലേറെയായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് ഇതിനോടകം 2000-ൽ പരം പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായവും 44 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും 140 പെൺകുട്ടികൾക്ക് വിവാഹ സഹായവും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് 120 കുട്ടികൾക്ക് സ്മാർട്ട് ഫോണും 1000-ലധികം കുടുംബങ്ങൾക്ക് ഫുഡും കിറ്റും നൽകി 2018-ലെ പ്രളയകാലത്ത് 14 ലക്ഷം രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തി. ഇതുകൂടാതെ 2025-ൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് 4000 രൂപ വീതം സ്കോളർഷിപ്പും നൽകി. ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ പി.ജെ. കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എങ്ങനെ നടപ്പാക്കും കാര്യം ഡയാലിസിസ് മെഷീൻ മേടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുള്ളൂ. ആശുപത്രിയിലാണ് ചെയ്യേണ്ടത്, ഡോക്ടർമാരുള്ളത്. അവിടെ ഞങ്ങളുടെ പ്രശ്നം സഹകരിക്കാൻ ആദ്യം തയ്യാറായി വന്നത് പുഷ്പഗിരി ആശുപത്രിയാണ്. പുഷ്പഗിരി ആശുപത്രി തിരുമേനിയോടും പുഷ്പഗിരി ആശുപത്രി സിയോടും അച്ഛന്മാരോടും എല്ലാവരും നന്ദി അറിയിക്കുകയാണ്.
പുഷ്പഗിരി ആശുപത്രി മേടിച്ച് നൽകുകയും അതിൽ ഒരു മിഷനിലെ ഡയാലിസിസ് മുഴുവൻ പൂർണ്ണമായി ഫ്രീ ആയിട്ട് ചെയ്യുമെന്നുള്ള ഒരു എഗ്രിമെന്റ് എഴുതി അങ്ങനെ 2 ലക്ഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് വളരെ മധ്യം. അതോടൊപ്പം തന്നെ പുഷ്പഗിരി ആശുപത്രി സഹകരിക്കാൻ തയ്യാറായപ്പോൾ മറ്റു ആശുപത്രികളൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. അഡ്വക്കേറ്റ് മാത്യു തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ നൂതനമായ ചികിത്സാ സങ്കേതങ്ങളെ അവലംബിക്കുവാൻ പലപ്പോഴും ദരിദ്ര രോഗികൾക്ക് കഴിയുന്നില്ല. പല രൂപത്തിലുള്ള സഹായങ്ങൾക്കുള്ള സംവിധാനങ്ങളൊക്കെ നാം രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആവശ്യങ്ങളുമായി ലഭിച്ചു നോക്കുമ്പോൾ നാം ഇപ്പോഴും വളരെ പിന്നിലാണ്. ആ ഗ്യാപ്പ് നമുക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല. നിരന്തരമായിട്ട് വിദഗ്ധരായ ഡോക്ടർമാരിരിക്കുന്നിടത്ത് വൈദ്യശാസ്ത്രത്തെ പറ്റി പറയാൻ ഞാൻ ആളല്ലെങ്കിലും ഡയാലിസിസ് എന്നത് നിരന്തരമായി തുടരുന്ന ആളുകൾക്ക് ട്രാൻസ്പ്ലാന്റ് എന്നത് പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിയുമെന്നതിനെ പറ്റി നമ്മൾ അറിയിക്കും. ചെലവേറിയൊരു ഇനമാണ്. മെഡിക്കൽ കോളേജ് CEO ഫാദർ ഡോക്ടർ ബിജു വർഗീസ് പയ്യമ്പള്ളിൽ ഡയാലിസിസ് മിഷൻ ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, അഡ്വക്കേറ്റ് റെജി തോമസ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ്, വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി, ഡോക്ടർ സുഭാഷ് ബി പിള്ള, ഈപ്പൻ കുര്യൻ, A. സലീം, ലാലു തോമസ് എന്നിവർ സംസാരിച്ചു.